ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ഷാർജ അക്വേറിയം കാണാനാട്ടോ പോകുന്നത്. ഈവനിങ് ടൈം ആട്ടോ പോകുന്നത്. നേരം ഓൾറെഡി ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അക്വേറിയത്തിലോട്ട് നടന്നു. എല്ലായിടത്തും ചെല്ലുമ്പോൾ കാണുന്ന പോലെ ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അക്വേറിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറി. കയറി ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത് ഫിഷിൻ്റെ ഫോസിലുകളാണ്. പലതരത്തിലുള്ള ഫോസിലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു അക്വേറിയത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുക. അതിൻ്റെ ഉള്ളിൽ വലിയ ഫിഷാണുള്ളത്. ഒരുപാടൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് ഫിഷുകൾ, 2 3 അതിലധികമൊന്നും ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ സൊവനിയർ കളക്ഷൻസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. സാധാരണ ഇത് ഏറ്റവും എൻഡിലാണ് കാണാറ്, ബട്ട് ഇവിടെ ഇത് ആദ്യമേ തന്നെ കണ്ടു. ഗൈസ്, ഇതാട്ടോ കടൽ കുതിര. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവയെ നേരിൽ കാണുന്നത്. ഞാൻ ഇവയെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. തൊട്ടടുത്ത് തന്നെ ഇവിടെ വേറൊരാൾ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു കല്ലാണെന്നേ തോന്നൂ. ഇവിടെയെല്ലാം തന്നെ ഒറ്റ തീമിലാണ്, സീ ആനിമൽസ്. ഇവിടുത്തെ റൂഫ് പോലും ഫിഷിൻ്റെ തീമിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് കണ്ടത് എല്ലാ അക്വേറിയത്തിലും കാണുന്ന പോലെ ഒരു ചില്ലുകൂടും അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ഫിഷുകളും. ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നത് ഇങ്ങോട്ടേക്ക് വരാനാണ്. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പലതരത്തിലുള്ള ഫിഷുകൾ. അത് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ബട്ട് നേരിട്ട് അത് കാണാൻ പറ്റിയത് ഇപ്പോഴാണ്. ഗൈസ്, ഇതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. ശരിക്കും പാമ്പിനെ പോലെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പാമ്പ് തന്നെയാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് ഇതും ഒരു ഫിഷാണെന്ന്. ഇവിടെ പല പല ഫ്ലോറുകളിലായിട്ടാണ് ഈ അക്വേറിയം ഉള്ളത്. ഓരോ തവണയും നമ്മൾ കുറച്ചുകൂടി മുകളിലോട്ട് കയറി ചെല്ലണം. അങ്ങനെ കയറി കയറി നമ്മൾ ഏറ്റവും മുകളിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റാർ ഫിഷും ജെല്ലി ഫിഷും ഒക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അക്വേറിയത്തിൻ്റെ ഏറ്റവും അപ്പർ പോർഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു ഏരിയയിലോട്ട് എത്തി. ഇതെന്താ മ്യൂസിയം ആണോ എന്ന് സത്യം പറഞ്ഞ് ഞാൻ ആദ്യം ഓർത്തു. ബട്ട് ഇതൊരു ചെറിയ മ്യൂസിയം തന്നെയായിരുന്നു. നമ്മൾ മനുഷ്യന്മാർ യൂസ് ചെയ്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞ വസ്തുക്കളാണ് ഇവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അക്വേറിയത്തിൽ നിന്നും ഞങ്ങൾ പുറത്തെത്തി ഗൈസ്. ഇത് അക്വേറിയത്തിൻ്റെ അപ്പർ പാർട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഇനി നമ്മൾ ശരിക്കും പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ കയറി വന്ന എല്ലാ സ്റ്റെപ്പും ഇറങ്ങി വേണം താഴെ എത്താൻ. നേരം നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ദാ ഇവിടെ ഒരു ചെറിയ വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അക്വേറിയം ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thanks for watching.